ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നമ്മൾ ഇന്ന് മൈസൂർ സൂ കാണാൻ വേണ്ടി വന്നേക്കും കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഊട്ടിയിൽ പോയതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കുക. അങ്ങനെ നമ്മൾ ഊട്ടിയിൽ നിന്ന് നേരെ മൈസൂർ വന്നു. മൈസൂർ സ്റ്റേ ചെയ്തിട്ട് അന്ന് നമ്മൾ വൃന്ദാവൻ ഗാർഡനും പാലസും കണ്ടു. പിന്നെ പിറ്റേന്ന് രാവിലെ ചാമുണ്ഡി ക്ഷേത്രത്തിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റൂം ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ നേരെ സൂവിൽ വന്നേക്കുവാണ്. അപ്പോൾ എൻ്റെ മോനും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും ആനിമൽസിനെ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ജിറാഫിനെയൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. ആദ്യം കുറേ ബേർഡ്സിൻ്റെ ഒക്കെ ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങനെ അവിടെ അധികം കവർ ചെയ്തില്ല. ഞങ്ങൾ മെയിൻലി വൈൽഡ് ആനിമൽസിൻ്റെ ആ ഒരു സൈഡിലോട്ടാണ് വന്നത്. ഈ സൂ സ്റ്റാർട്ട് ചെയ്തത് 1892 അത് വെറും 10 ഏക്കറിൽ ഉണ്ടായിരുന്ന ഒരു സൂ ഇപ്പം 157 ഏക്കർ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടാട്ടോ സൂ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലം, ഫുൾ പച്ചപ്പും പിന്നെ ആനിമൽസിനെ കാണാനൊക്കെ കുറേ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ്. ഇപ്പം വലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഒരു ക്ലാരിറ്റി കിട്ടത്തില്ലല്ലോ. ഇതിപ്പം കുറേ ഗ്ലാസ് ഇട്ട ഏരിയ ഉണ്ടായതുകൊണ്ട് നമുക്ക് ആനിമൽസിനെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാനൊക്കെ പറ്റും. പിന്നെ ഒരുപാട് നടക്കാനുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം ബേർഡ്സിൻ്റെ സൈഡ് ഫുൾ എക്സ്പ്ലോർ ചെയ്യാതെ നേരെ ആനിമൽസിൻ്റെ സൈഡിലോട്ട് വന്നത്. പിന്നെ കൊച്ചിനാണെന്നുണ്ടെങ്കിലും ആനിമൽസിനെ കാണാനാണല്ലോ കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റ്. അപ്പം നമ്മളവിടെ ബേർഡ്സിൻ്റെ സൈഡിൽ അധികം നിന്നില്ല. പിന്നെ അവിടെ ബഗ്ഗി കാറിൻ്റെ സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ ചെന്നപ്പം ബഗ്ഗി കാർ എടുക്കാൻ വേണ്ടി നോക്കി. പക്ഷേ അന്നേരം എന്തോ 1 അവർ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അധികം ടൈമില്ല. കാരണം ഞങ്ങൾ സൂ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിനിയും എറണാകുളം പോകാനായിരുന്നു പ്ലാന്. അപ്പോൾ ഇത് ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. സൂ കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് മൈസൂരിൽ നിന്ന് തിരിക്കാനായിരുന്നു പ്ലാൻ. അതുകൊണ്ട് പിന്നെ 1 അവർ ബഗ്ഗി കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മളിങ്ങനെ പതുക്കെ നടക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കൊന്ന് നടന്ന് പോയതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. കാരണം പിള്ളേർക്കിപ്പം ചില ആനിമൽസിനെ കാണുമ്പം കുറച്ച് നേരം അവിടെ നിൽക്കണം എന്നുണ്ടായിരിക്കും. ചിലതിനെ കാണുമ്പം ഭയങ്കര ബോറടിച്ചിട്ട് അടുത്തതിൽ പോകാമെന്നായിരിക്കും. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് നടന്ന് കാണാൻ പറ്റുമായിരുന്നു. ആനിമൽസിൻ്റെ സൈഡ് ആയപ്പോഴത്തേക്കിനും പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കുറേ നേരം നിന്ന് കണ്ടു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിനെയും കാണാനായിട്ട്. ശരിക്കും സൂല് വന്നപ്പം പിള്ളേർക്ക് എക്സൈറ്റഡ് ആവും എന്നുള്ളൊരു രീതിയിലാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം അവനേക്കായും എക്സൈറ്റഡ് ആയിട്ട് ആനിമൽസിൻ്റെ ഓരോ ആക്ഷൻസ് നോക്കി നിന്നത് ഞാനാണ്. ആനിമൽസ് ഒന്നും അവിടെ നിൽക്കുന്ന ആൾക്കാരെ ഒന്നും മൈൻഡ് പോലും ആക്കുന്നില്ല. നമ്മൾ അവിടെ കിടന്ന് സ്ക്രീം ചെയ്യരുത് അങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും കുറേ സ്കൂളിലെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരിങ്ങനെ ആനിമൽസ് ഇങ്ങോട്ട് നോക്കാൻ വേണ്ടിയിട്ട് കിടന്ന് വിളിക്കുകയും ബഹളമൊക്കെ വെക്കുന്നുണ്ട്. പക്ഷെ അവരതൊന്നും മൈൻഡ് ആക്കുന്നില്ല. അവരെപ്പോഴും ഈ ഒരു ബഹളവും ആളും ബഹളവും കണ്ട് കിടക്കുന്നവരല്ലേ. ഞങ്ങളൊരു 10-11 മണിയൊക്കെ ആയപ്പോഴായിരുന്നു തോന്നുന്നു സൂവിലെത്തിയത്. അപ്പോഴത്തേക്കും കുറേ ആനിമൽസൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങുകയും അങ്ങ് സൈഡിലൊക്കെ പോയി കിടക്കുമായിരുന്നു. അപ്പം നമ്മളിങ്ങനെ കുറേ നേരം നോക്കി നിൽക്കും. ജസ്റ്റ് മുഖം ഒന്ന് ഇങ്ങോട്ട് തിരിച്ചായിരുന്നെങ്കിൽ എന്നുള്ളൊരു ഇതിൽ നമ്മൾ കുറേ നേരം നോക്കിയൊക്കെ നിന്നു. ഇവൻ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. എനിക്കത് വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടിയില്ല. ഈ ഒരു ചാക്കു എടുത്തുകൊണ്ട് മുകളിൽ പോയിട്ട് ഇങ്ങനെ മനുഷ്യന്മാരെ പോലെ ഇങ്ങനെ പുതച്ചിരിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ കറക്റ്റ് ആ സമയത്ത് എൻ്റെ ഫോണിൽ ഞാൻ എവിടെയോ കുത്തിയിട്ട് ആ വീഡിയോ എനിക്ക് കിട്ടിയില്ല. ആ ചാക്കൊക്കെ പിടിച്ച് മുകളിൽ പോയിട്ട് അത് നല്ല കറക്റ്റായിട്ട് ഷോളൊക്കെ ഇടുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും എഡിറ്റ് ചെയ്തപ്പോൾ ഞാനത് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. അയ്യോ ആ പോർഷൻ കിട്ടിയില്ലല്ലോ എന്നുള്ളത്. അത് നല്ല ഭംഗിയായിരുന്നു. ആ ഷോൾ ഇടുന്ന ആ ഒരു സ്റ്റൈലൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ഒരാൾ പോയപ്പോൾ തന്നെ പുറകിൽ അടുത്ത ആളും വന്നിട്ട് അവരെ രണ്ടുപേരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അത് ഞാൻ പറഞ്ഞ ഫുൾ ഗ്ലാസ് ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു വ്യൂ നന്നായിട്ട് കിട്ടും. പിന്നെ അടുത്തത് കരടി. ഇതും അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ വന്ന സമയത്ത് ആ ഒരു പായൽ കിടക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓർത്തു, അയ്യോ അത് ഇച്ചിരി മേളിലോട്ടോ താഴോട്ടോ ഒക്കെ ഇറങ്ങിപ്പോയായിരുന്നെങ്കിൽ ഇങ്ങനെ ക്ലൈംബ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാമായിരുന്നല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചപ്പോൾ പോലെ തന്നെ അവൻ അത് ചാടി ഇറങ്ങിയിട്ട് ചാടി പോകുന്നത് കണ്ടു. അപ്പം നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇതൊക്കെ കാണുന്നേ. അങ്ങനെ റിച്ചുവും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവനിങ്ങനെ അമ്മയെ അവൻ ചാടിപ്പോയി അങ്ങനെ കമൻട്രി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അടുത്ത കരടി ഇത് അടുത്ത ഒരു കാക്കയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അവൻ ആ കാക്കേനെ ഉപദ്രവിക്കുകയോ ഓടിച്ചുവിടുകയോ ഒന്നും ചെയ്യുന്നില്ല. അവർ ഫ്രണ്ട്സാണെന്ന് തോന്നുന്നു. അവിടെ കുറേ വാട്ടർ മെലൻ്റെ ആണെന്ന് തോന്നുന്നു കുറേ പീസസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. അത് കഴിക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. എനിക്ക് ഇതിനെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ മൈ ഡിയർ കരടിയിലെ ആ ഒരു സീൻസൊക്കെയാണ് ഓർമ്മ വന്നത്. നമ്മുടെ മണിച്ചേട്ടൻ മൈ ഡിയർ കരടിയിലെ അഭിനയിച്ച ആ ഒരു കുറേ ഇതൊക്കെയാണ് ഓർമ്മ വന്നത്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ കുറേ കുഞ്ഞു കരടികളുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് ഇവൻ ഇച്ചിരി കുരുത്തം കെട്ടതാണെന്ന് തോന്നുന്നു. അവൻ ഇങ്ങനെ ഇരുന്ന് ആ ഒരു തടി ഫുള്ള് മാന്തി പറിച്ച് കടിച്ചൊക്കെ ഇരിക്കുക. അവൻ നല്ല അടിപൊളിയായിട്ട് ക്യാമറയ്ക്ക് പോസൊക്കെ ചെയ്തായിരുന്നു. അതാ മറ്റേ കരടി താണ്ട് വാട്ടർ മെലൺ ആണെന്ന് തോന്നുന്നു കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ അതിൻ്റെ തൊട്ടപ്പുറത്ത് ആ കാക്കയും ഇരിപ്പുണ്ട്.
പക്ഷേ കരടിയൊന്നും ആ കാക്കേനെ മൈൻഡ് പോലും ആക്കുന്നില്ല. ഇതിൻ്റെ സൈഡിലിരുന്ന് ആ കാക്കയും വാട്ടർമെലണിനകത്ത് നിന്ന് കൊത്തി കൊത്തി തിന്നുന്നുണ്ട്. എന്നാൽ നല്ല അടിപൊളി ഫ്രണ്ട്സ് ആണല്ലേ. ശരിക്കും എനിക്ക് കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കരടീനെയാണ്. അതിങ്ങനെ ചാടിപ്പോകുന്നതും അതിങ്ങനെ ക്ലൈംബ് ചെയ്ത് കയറുന്നതും കഴിക്കുന്നതും ഒക്കെ കാണാനൊരു രസമുണ്ടായിരുന്നു. കുറച്ചുകൂടെ നേരം കുറച്ചുകൂടെ വീഡിയോ ക്യാപ്ചർ ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇനിയും കുറേ ഡിസ്റ്റൻസ് കവർ ചെയ്യാനുണ്ടല്ലോ. അപ്പം നമ്മൾ പിന്നെയും മുമ്പോട്ട് നടന്നു. ശരിക്കും വീഡിയോയിൽ എനിക്ക് ആ ഒരു സൂവിൻ്റെ ഭംഗി ഞാൻ ശരിക്കും ക്യാപ്ചർ ചെയ്തില്ല. ഞാൻ മെയിൻലി ആനിമൽസിനെയാണ് ഫുൾ സൂം ചെയ്തത്. ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത്, അയ്യോ ആ സൂവിൻ്റെ ഒരു ഭംഗിയും കൂടെ കുറച്ച് വീഡിയോസ് എടുക്കേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നല്ല അടിപൊളി രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ക്ഷീണം ഉണ്ടാവില്ല. നമുക്കൊരു 11-12 ആ ഒരു സമയത്താണ് നമ്മൾ ഇതുവഴി ഇത്രയും മണിക്കൂറായിട്ട് നമ്മൾ നടക്കുന്നത്. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു ക്ഷീണമോ ഒന്നുമില്ല. നമുക്ക് നല്ല തണലായിരുന്നു, അധികം വെയിലില്ലായിരുന്നു. പിന്നെ അങ്ങനെ അധികം കയറ്റം ഇറക്കം അങ്ങനത്തെ ഒരു ടെറൈനൊന്നും അല്ല, നല്ല നിരന്ന് കിടക്കുന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ക്ഷീണവേ ഇല്ലായിരുന്നു. സൈഡ് ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ അടുത്ത എലിഫൻറ്റിൻ്റെ സൈഡ് വന്നേക്കാണ്. അപ്പോൾ റിച്ചുവിന് എലിഫൻറ്റിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം നമ്മൾ നിന്ന് കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. ഒരാൾ പോച്ച കഴിക്കുന്നു, ഒരാൾ മണ്ണ് വാരി കുളിക്കുന്നു. നമ്മളിങ്ങനെ പണ്ട് കാട്ടിലെ കണ്ണൻ എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു പാട്ടുണ്ടല്ലോ, എന്താ മണ്ണ് വാരി തൂകി കുളിയുമുണ്ട്, കണ്ണിലുണ്ണിയാണേ കണ്ണനാണേ എന്നൊക്കെ പറഞ്ഞിട്ട് 90s കിഡ്സിനൊക്കെ അറിയായിരിക്കും. ആ പാട്ട് കേട്ടിട്ടുള്ളവർ അറിയാവുന്ന ലൈൻസ് ഒക്കെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ ഒരാൾ ഭയങ്കര തകൃതിയായിട്ട് കഴിക്കുന്നു, ഒരാൾ തകൃതിയായിട്ട് മണ്ണ് വാരി കളിക്കുന്നു. അടിപൊളിയായിരുന്നു ശരിക്കും. ഇവിടെയും കുറേ നേരം നിന്ന് കാണാൻ തോന്നി. വേറെ ഒരു 3 ആന ഉണ്ടായിരുന്നു കേട്ടോ. മറ്റവൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് അവനെ പിന്നെ നമ്മളങ്ങനെ സൂം ചെയ്തില്ല. അടുത്തത് റിച്ചുവിൻ്റെ ഫേവറേറ്റ് ബൈസൻ്റെ സൈഡിലോട്ടാണ്. റിച്ചുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ജോഹാൻ. അവൻ്റെ ഫേവറേറ്റ് ആണ് ബൈസൺ. അപ്പം അവൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു ടോയ് ഒക്കെ ഉണ്ട്. അപ്പം റിച്ചുവും ജോഹാനും കൂടെ അത് വെച്ചിട്ടാണ് കളിക്കലെല്ലാം ചെയ്യുന്നത്. ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് മൈസൂരിലേക്ക് ബന്ദിപ്പൂർ മുതുമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റിലൂടെ കേട്ടോ വന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ കാട്ടുപോത്തിനെ കാണാം, ആനേനെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന സമയത്ത് നമുക്ക് മാനിനെ മാത്രമേ കാണാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ അവൻ കാട്ടുപോത്തിനെ കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടം നമുക്ക് ഇവിടെ സൂയിൽ വന്നിട്ട് കണ്ടിട്ട് അങ്ങോട്ട് മാറി. അത് കഴിഞ്ഞിട്ട് ഈ ഒരു എലിഫൻറ്റിനെ കണ്ടിട്ട് ഇവൻ കുറേ നേരം അങ്ങോട്ട് തല തിരിഞ്ഞിരിക്കുമായിരുന്നു. അവൻ്റെ മുഖം ഒന്ന് കാണാൻ വേണ്ടി ഞാൻ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. പക്ഷേ തിരിഞ്ഞു നോക്കിയില്ല. നല്ല കൊമ്പും നല്ല ചെവിയൊക്കെ ആട്ടുന്നതാണ്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് വേറൊരു സൈഡിൽ നിന്ന് ആനയുടെ ഫ്രണ്ട് കാണാൻ പറ്റും. അവിടെ നിന്നിട്ടാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. ആന അവിടെ നല്ല രീതിയിൽ കളിച്ച് ഫുഡൊക്കെ കഴിച്ച് നല്ല എൻജോയ് ചെയ്തിരിക്കുക. വേറൊരു ആന ഉണ്ടായിരുന്നു, അതങ്ങ് ഒരു ഷെൽട്ടറിനകത്തായിരുന്നു. പിന്നെ ഹിപ്പോപ്പൊട്ടാമസ് ആയിരുന്നു, അത് വെള്ളത്തിൽ തന്നെ കിടന്ന് കളിക്കുകയായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ക്രോക്കഡൈൽ, അങ്ങനെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഓരോ സെക്ഷനിലോട്ടാണല്ലോ. ഞങ്ങൾ ഇത്രയും നടന്നപ്പോൾ തന്നെ ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. റിച്ചു ആണെങ്കിൽ ആനിമൽസിനെ കാണുന്ന സമയത്ത് ചാച്ചൻ്റെ തോളത്ത് കയറും. അപ്പോൾ അവനെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്ന് ചാച്ചനും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്ലേസ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഒരു മിഡിലാവുമ്പോഴത്തേക്കിനും ഐസ്ക്രീം ഷോപ്പ്, റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. ഐസ്ക്രീം ഒന്നും കഴിച്ചുകൊണ്ട് നമുക്ക് സൂയിലൂടെ നടക്കാനൊന്നും പറ്റത്തില്ല. ആ റെസ്റ്റോറൻറ്റിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു ഗാലറി പോലെ ഒരു ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കാം, കുറച്ച് റെസ്റ്റ് എടുക്കാം. കാരണം ഒരുപാട് നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ട് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചപ്പം അതിൻ്റെ നടുക്കൊരു വലിയ മരത്തിനകത്ത് നിറയെ വവ്വാല് തൂങ്ങിക്കിടക്കുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അധികം അവിടെ ഇരുന്നില്ല. പിന്നെ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടാണോ അപ്പുറത്തെ സൈഡിലോട്ട് പോകുന്നതെന്ന് നോക്കാനൊക്കെ അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ ഏരിയ ഉണ്ടായിരുന്നു. ബേർഡ്സ്, ക്രോക്കഡൈൽസ്, പിന്നെ സ്നേക്സിൻ്റെ ഒരു സൈഡ്, അങ്ങനെ കുറേ ഏരിയാസ് ഉണ്ടായിരുന്നു. നമുക്കൊന്നും അവിടെ എനിക്ക് നടക്കാനുള്ള ആരോഗ്യമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് ദിവസമായിട്ട് ട്രാവൽ തന്നെയല്ലേ. അപ്പോൾ ആകെ ടയേർഡായിരുന്നു. ഇത്രയും വൈൽഡ് ആനിമൽസിനെ കാണാനായിരുന്നു എനിക്കും കുറച്ച് ഇൻട്രസ്റ്റ്. പിന്നെ നടന്ന് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയായിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ക്രോക്കഡൈൽസിൻ്റെ സൈഡിലോട്ടൊന്നും പോയില്ല. ഇപ്പം ശരിക്കും ഓർക്കുന്നു, ഒന്ന് പോയി അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണേണ്ടതായിരുന്നു എന്ന്. സാരമില്ല, ഇനിയും എപ്പോഴേലുമൊക്കെ പോകാമല്ലോ. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ജിറാഫിൻ്റെ സൈഡ്, ഇവിടെയും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങൾ നിന്ന് ജിറാഫിനെ വായി നോക്കി നിന്നു. നമ്മുടെ ട്രിവാൻഡ്രം സൂവിലൊന്നും ജിറാഫ് ഇല്ലല്ലോ. അപ്പോൾ ജിറാഫിനെ കാണാനായിരുന്നു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം തിരിച്ച് പോവാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.